ഹലോ ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. HSA എന്ന് പറയുന്ന ഒരു യാത്ര നമ്മൾ കുറേ മാസങ്ങളായിട്ട് നടത്തുന്ന ഒരു യാത്രയാണ്. സോ ആ യാത്ര എന്നുവരെ ഉണ്ടാകും എന്നുള്ളതിന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി അല്ലെങ്കിൽ ദിവസം വന്നു കഴിഞ്ഞു. ഓഗസ്റ്റ് 20 HSA ഇംഗ്ലീഷിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, സോ പെരുമഴക്കാലമാണ് ചുറ്റും. അതിന്റെ കൂടെ വിദ്യാർത്ഥികളുടെ ഒക്കെ ഉള്ളിൽ നമ്മുടെ സ്റ്റുഡൻസിന്റെ ആണെങ്കിലും അതല്ല പൊതുവെയുള്ള HSA വിദ്യാർത്ഥികളുടെ എല്ലാം ഉള്ളിൽ ഒരുപാട് സ്ട്രെസ്സുകൾ, ആൻസൈറ്റി, നമുക്ക് സങ്കടങ്ങളുടെ ഒരു വലിയ പെരുമഴക്കാലമാണ്. ഒന്ന് സെപ്റ്റംബറോട് കൂടിയാണ് പലരും എക്സാം പ്രതീക്ഷിച്ചത്. സെപ്റ്റംബർ 10-നും ഓഗസ്റ്റ് 20-നും ഒക്കെ ഇടയ്ക്ക് ചെറിയ വ്യത്യാസമാണെങ്കിൽ പോലും അത് നമ്മളെ സംബന്ധിച്ച് പ്രിപ്പറേഷന്റെ ഫൈനൽ സ്റ്റേജുകൾ ആയതുകൊണ്ട് തന്നെ ഒരു വലിയ ഡിഫറൻസ് ആയിട്ട് തോന്നാം. അതുകൊണ്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ നിങ്ങളോട് പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് ലെങ്ത് കാണും. ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ അക്കമിട്ട് നിരത്തുകയാണ്. അതിൽ ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഡേറ്റ് വന്നു. ഡേറ്റ് വന്നതിനെ ഓർത്ത് ഇനി ടെൻഷൻ അടിക്കുകയല്ല ചെയ്യണ്ടേ. നമ്മൾ ടെൻഷൻ അടിക്കുന്ന ഓരോ ദിവസവും നമ്മുടെ പ്രിപ്പറേഷൻ ഡൗൺ ആയി പോകും. ഡേറ്റ് വന്നപ്പോഴേ ഒരുപാട് പേര് മെസ്സേജ് അയച്ചത് പേടിയാവുന്നു, പഠിച്ചു തീരുവോ, റിവിഷൻ ചെയ്ത് തീരുവോ, കോൺഫിഡൻസ് കുറയുന്നു, ഇങ്ങനെയൊക്കെയാണ്. ആക്ച്വലി നമുക്കൊരു കൃത്യമായിട്ട് ഒരു ഡേറ്റ് ഉള്ളത്, അതായത് എത്രയും പെട്ടെന്ന് എക്സാം നടക്കുന്നോ അത്രയും നല്ലതാണ്. ബിക്കോസ് സെപ്റ്റംബറിലാണെങ്കിൽ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ ഒരു ഫുൾ സ്വിങ്ങിൽ നിങ്ങൾ ജൂലൈയിലൊക്കെ തുടങ്ങും. അതുകൊണ്ട് ഡേറ്റ് നേരത്തെ വന്നത് ഒരു വലിയ കൺഫ്യൂഷനും സങ്കടമായിട്ടും ഒന്നും എടുക്കണ്ട. ഇനി നമ്മുടെ ഫ്രണ്ടിലുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, സോ ഇത്രയും എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആപ്പിൽ കൃത്യമായിട്ട് ക്ലാസ് എടുക്കുന്നു, റിവിഷൻ നടത്തുന്നു, ഇത്രയും പോർഷൻസിലൂടെ കടന്നുപോയി, ക്രിറ്റിസിസം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. സോ ആ ഒരു ധൈര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, 60 ദിവസം പ്രോപ്പർ ആയിട്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ HSA ഇംഗ്ലീഷ്. അത്രയേ ഉള്ളൂ. നന്നായിട്ട് റിവൈസ് ചെയ്യുമെങ്കിൽ ഒരു ദിവസം ഒരു 10 മണിക്കൂർ, 5 തൊട്ട് 10 മണിക്കൂർ വരെ നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ 60 ദിവസത്തെ സ്മാർട്ട് സ്റ്റഡി കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? HSA ഇംഗ്ലീഷ് എന്ന് പറയുന്ന എക്സാം സുഖമായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ അടി മുതൽ മുടി വരെ കോൺഫിഡൻസ് കൊണ്ട് നിറയ്ക്കുക. യാതൊരു സംശയത്തിന്റെ ലെവലേശമായ ഒന്നും തന്നെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം നല്ല കോൺഫിഡൻസോടുകൂടി എനിക്കിത് പറ്റും, എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ പ്രിപ്പയർ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമിനെ അഭിമുഖീകരിക്കണം. അതിനു മുൻപേ നമ്മുടെ പ്രിപ്പറേഷൻസ് ഇനിയുള്ള ദിവസങ്ങൾ നോക്കിക്കേ. ഇതിപ്പം നമ്മുടെ മെയ് മാസം നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല. ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്തിനു വേണ്ടി മാറ്റി വെക്കണം? റിവിഷൻ. ഓഗസ്റ്റിൽ ആരും പഠിക്കാനിരിക്കരുത്. ജൂലൈ ഒരു 25 ആകുമ്പോഴത്തേക്കിന് തന്നെ പുസ്തകം മടക്കിക്കോണം. ഓക്കെ, പിന്നുള്ള ദിവസങ്ങൾ നമുക്ക് റിവൈസ് ചെയ്യാനും ഒരുപാട് മോഡൽ എക്സാംസ് എഴുതാനും റിലാക്സ് ചെയ്യാനും ഒക്കെ ഉള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ കൃത്യമായിട്ടുള്ള ഒരു 60 ദിവസമാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. HSAയുടെ പെരുമഴക്കാലമാണ്. ചുറ്റും മഴയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ കടുത്ത വേനലായിരിക്കണം കേട്ടോ. നമ്മൾ അത്രമാത്രം വിജിലന്റ് ആയിട്ട് പഠിക്കാൻ ഇരിക്കേണ്ട സമയമാണ്. ഇവിടെ ആദ്യം തന്നെ പറയാനുള്ളത് ടെൻഷൻ വേണ്ട. ടെൻഷന്റെ ഒരു ചെറിയ ഒന്നും ടെൻഷൻ നമ്മൾ പുറകോട്ട് വലിക്കത്തേ ഉള്ളൂ. പോസിറ്റിവിറ്റി ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഒരു തരത്തിലുള്ള ടെൻഷൻ വേണ്ട. എക്സാം എന്തായാലും വരുമെന്ന് നമുക്ക് അറിയായിരുന്നു അല്ലേ? വരാതിരിക്കാൻ വെയിറ്റിംഗ് ഫോർ ഗോദോയിലെ ഗോദോ ഒന്നും അല്ല, നമ്മുടെ എക്സാം വരുമെന്ന് നമുക്ക് അറിയാമായിരുന്നു. സോ ഡേറ്റ് വന്നിട്ടുണ്ട്, ടെൻഷൻ വേണ്ട, സ്ട്രെസ് ഒട്ടും തന്നെ വേണ്ട, ആങ്സൈറ്റി, സിലബസ് ഇത്രയും കവർ ചെയ്ത് തീരുവോ, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ, പഠിച്ചാൽ കിട്ടുമോ, ഇങ്ങനത്തുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. പ്രിപ്പയർ ചെയ്താല്, നന്നായി പഠിച്ചാല് ഈ എക്സാം ഉറപ്പായിട്ടും കിട്ടും. ഏറ്റവും വലിയ റാങ്ക് വാങ്ങിക്കുന്നവരോ ടോപ്പേഴ്സോ ഒന്നുമല്ല നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. അവര് കൃത്യമായിട്ട് അവരുടെ കയ്യിലുള്ള സിലബസിനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്തവരാ അല്ലേ? ഓവർ ബുദ്ധിയുള്ളവരോ ഓവർ സ്മാർട്ടോ എപ്പോഴും ശ്രദ്ധിക്കുക, ടാലന്റിന് അഥവാ കഴിവിന് എത്തിപ്പെടാൻ പറ്റാത്ത ഇടങ്ങളിൽ ചെന്നിരിക്കുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മനുഷ്യരായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഈ 60 ദിവസം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാട്ടിൽ എക്സ്ട്രാ ബ്രൈറ്റ് ആയവരെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തോൽപ്പിച്ച് ഫ്രണ്ടിൽ വരാൻ പറ്റും. കൺസിസ്റ്റൻസിയാണ് ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ മിടുക്കരാണോ അതിബുദ്ധിമാന്മാരാണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ ഫാക്ടറാണ്. ആദ്യം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ
സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, പിന്നീട് പറയാനുള്ള കാര്യം കുറച്ച് ഇനിയിപ്പം എപ്പോഴും ഞാൻ ക്ലാസ്സുകളിൽ ആദ്യമേ പറയാറുണ്ട്, നമ്മളെ വിളിച്ച് നെഗറ്റീവ് പറയുന്ന ഫ്രണ്ട്സ് നമുക്ക് കാണും. അവരുടെ ഫോൺ നമ്മൾ എടുക്കാതിരിക്കുക, കഴിവതും ചാറ്റ് ചെയ്യാതിരിക്കുക. പരമാവധി വാട്സപ്പ് തന്നെ നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് 10-60 ദിവസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, മാറ്റി വെക്കാൻ ശ്രമിക്കുക. അതാണ് ആദ്യം കാര്യം. നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ചിലപ്പം ആനിമൽ ഫാമിലായിരിക്കും, നമ്മൾ അവസാനം നിൽക്കുന്നത് ഏതെങ്കിലും കുക്കിംഗ് റീൽസിലായിരിക്കും. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ പരമാവധി മാറ്റി വെക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ആദ്യം കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. എന്തൊക്കെയാണ് നമ്മുടെ എക്സാമിന്റെ സാധ്യതകൾ എന്ന് പറഞ്ഞു തരാം. നിയമനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നമ്മൾ പണ്ട് തന്നെ വീഡിയോ ചെയ്ത് കൃത്യമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു മിനിമം 30 നിയമനം 50 നിയമനം വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ കാറ്റഗറിയിലും കൂടി. ഓപ്പൺ കോട്ടയിലാണെങ്കിൽ 30 വരെയൊക്കെ വന്നാൽ ഒരുവിധപ്പെട്ട ജില്ലകളിലെല്ലാം നിയമനം കിട്ടും. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നമുക്ക് ഒരു വേക്കൻസി മതി അല്ലെ? നിങ്ങൾക്ക് ഒരു വേക്കൻസി പോരെ? നിങ്ങൾക്ക് 100 നിയമനം നടന്നാലും നിങ്ങൾ കയറുന്നുണ്ടോ? അല്ല, നിങ്ങൾക്ക് ഒരു വേക്കൻസി മതി. അത് ഉറപ്പായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് നടക്കുന്നുണ്ട്. പിന്നത്തെ പ്രധാനപ്പെട്ട കാര്യം, കോർട്ട് ഓർഡർ നിലവിലുണ്ട് എന്ന് ഓർത്തിരിക്കുക. അതായത് ഇപ്പോഴത്തെ ലിസ്റ്റുകാരും ഒക്കെ വിശ്വസിക്കുന്ന, അതായത് ഉറപ്പായിട്ടും ഇംഗ്ലീഷിനെ സംബന്ധിച്ച് വേക്കൻസീസ് കൂടിയേ പറ്റൂ എന്നുള്ളത് കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലിസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കിന് ഇതിൽ നിന്ന് നടപ്പിലാക്കാതെ അവർക്ക് മാറാൻ പറ്റില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഞാൻ എക്സാം എഴുതാനിരിക്കുന്നവരോടാണ്, അതല്ലാതെ വെറുതെ നമ്മളൊരു നമ്മുടെ കുട്ടികളോട് ഒരു വീഡിയോ ഇട്ടാലും അതിന്റെ താഴെ വന്നിട്ട് ഇല്ല നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് അവരെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ട് തന്നെത്താൻ പോയി ഒറ്റയ്ക്ക് പോയിരുന്ന് പഠിക്കുന്നവരോടല്ല. ബിക്കോസ് ഈ പറയുന്നവർ എക്സാം എഴുതും, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കഴിഞ്ഞ അറ്റംപ്റ്റ് ലിസ്റ്റിലുള്ളവരും ഒക്കെ എക്സാം എഴുതും. ബിക്കോസ് അവർക്കറിയാം എന്തെങ്കിലും ജോലി കിട്ടും, അവരുടെ കഠിനാധ്വാനമാണ്. പിന്നെ ചിലപ്പോൾ അവർക്ക് വിഷമം കാണും, ആ ഒരു സങ്കടമായിരിക്കും അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇനിയത്തെ 60 ദിവസങ്ങളിൽ നോക്കുക എന്നുള്ളതാണ്. അവർ കഷ്ടപ്പെട്ടാണ് റാങ്ക് ലിസ്റ്റിൽ വന്നത്. അപ്പം അവർ ഉറപ്പായിട്ടും അടുത്ത എക്സാം അവർ എഴുതാതിരിക്കത്തില്ല, അവരും എഴുതും. അവരെ സംബന്ധിച്ച് ഫെമിലിയർ സിലബസുമാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇവിടെ കോർട്ട് ഓർഡർ ഉണ്ട്. നിലവിലെ HST ഇംഗ്ലീഷിന്റെ നിയമനങ്ങൾ കൂട്ടണം എന്നുള്ള കോർട്ട് ഓർഡർ ആദ്യം തന്നെ നിലവിലുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 2, നിങ്ങൾ ഇത്തവണത്തെ VHSC ലിസ്റ്റ് കണ്ടു കാണും. ഹയർ സെക്കൻഡറിയിൽ നമ്മൾ കാണാത്ത ഒരു നിയമനങ്ങളുടെ ബൂമാണ് VHSC ലിസ്റ്റിൽ നിന്ന് സംഭവിക്കുന്നത്. നന്നായിട്ട് ആ ലിസ്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. സോ എപ്പോഴാണ് നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഏത് ലിസ്റ്റിൽ നിന്നാണ് നന്നായിട്ട് നിയമനങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്ന് പലരും HST എഴുതിയിട്ട് VHSC എഴുതാതെ വിട്ടിട്ടുണ്ട്. അവിടെ എങ്ങും ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് എക്സാം എഴുതാതെ പോയ ഒരുപാട് നല്ല സ്മാർട്ട് സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ ഇത്തവണ VHSC ലിസ്റ്റിൽ നിന്നാണ്, നിലവിൽ നിൽക്കുന്ന VHSC ഇംഗ്ലീഷിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നന്നായിട്ട് നിയമനങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ആദ്യം ട്രസ്റ്റ് ചെയ്യുക, എക്സാം എഴുതുക, ശേഷമാണ് നമുക്ക് നിയമനത്തെ പറ്റി പിന്നീട് ട്രാൻസ്ഫറിനെ പറ്റി ഒക്കെ ചിന്തിക്കാൻ പറ്റും. ഓക്കെ, സോ അത്തരത്തില് പോസിറ്റീവ് ആസ്പെക്റ്റുകളെ പറ്റി ചിന്തിക്കുക. മൂന്നാമത്തത്, ധാരാളം HM പ്രൊമോഷൻസ് വരുന്നുണ്ട്. സോ HM പ്രൊമോഷൻസ് വന്ന് പ്രൊമോട്ടഡ് ആയി പോകുന്ന അധ്യാപകരുടെ ആ ഒരു ഒഴിവുകളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുമെന്ന് ഓർത്തിരിക്കുക. ഒരു ബൾക്ക് HM പ്രൊമോഷൻസ് നടക്കുന്നുണ്ട്. പിന്നീട് ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ പോലും ഇല്ലാത്ത സ്കൂളുകളുടെ എണ്ണം ഈ അടുത്ത് വാർത്തയായിട്ടുണ്ട്. അതായത് അത്തരം സ്കൂളുകളിൽ ഒരു ഇംഗ്ലീഷ് അധ്യാപകനെങ്കിലും വരണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും നിയമനം കുറഞ്ഞ ജില്ലകളിലാണ് അങ്ങനെ വരുന്നതെങ്കിൽ, അതായത് അവിടെ ഓൾറെഡി ഇംഗ്ലീഷിന്റെ അധ്യാപക നിയമനം കുറവാണ്, സ്കൂളുകളിൽ ഒരു അധ്യാപകൻ ഉള്ളത് കുറവാണ്. സോ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത്. 50, 38 ഒക്കെയാണ് എല്ലാ ജില്ലകളിലും ഒരു ഇംഗ്ലീഷ് അധ്യാപകനെങ്കിലും ഇല്ലാത്ത സ്കൂളുകളുടെ എണ്ണം. പത്തനംതിട്ടയിലൊക്കെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിയമനം കുറവുള്ള ജില്ലകളിലൊക്കെ ഇത്തരത്തിൽ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ പോലും ഇല്ലാത്ത ധാരാളം സ്കൂളുകളുണ്ട്. അപ്പം അവിടങ്ങളിലേക്കും ഒക്കെ അങ്ങനെ നിയമിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ ലിസ്റ്റിന് നല്ല ബൂം കിട്ടും എന്ന് ഓർത്തിരിക്കുക. പരീക്ഷ എടുക്കുകയാണ്, നിങ്ങളിലേക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ചുരുക്കി കൊണ്ടുവന്ന് അവതരിപ്പിക്കുവാനുള്ള ശ്രമമാണ് കേട്ടോ. സോ നോക്കിക്കേ എന്തൊക്കെയുണ്ട്. കോർട്ട് ഓർഡർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫേവറബിൾ ആണ്. VHSC ലിസ്റ്റിൽ നിന്ന് നടക്കുന്ന ബൾക്ക് നിയമനങ്ങൾ, എസ്പെഷ്യലി HSC ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ലിസ്റ്റ് വന്ന് തന്നെ ഇപ്പം കുറെ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരണം. HM പ്രൊമോഷൻസ് ഉണ്ട്. HM പ്രൊമോഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യും, വേക്കൻസീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് അറിയുക. സിംഗിൾ ഇംഗ്ലീഷ് ടീച്ചർ പോലും ഇല്ലാത്ത സ്കൂളുകളിലേക്ക് ഇംഗ്ലീഷ് ടീച്ചറിന്റെ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. സോ
ഇത്രയുമാണ് നമ്മുടെ മൈൻഡിൽ എക്സാമിന് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ നിറച്ചു വെക്കേണ്ടത്. മറ്റൊരു നെഗറ്റീവ് ആസ്പെക്റ്റുകളും നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കണ്ട. നോക്കിക്കേ, ഇനിയത്തെ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 60 ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉണ്ടെങ്കിലല്ലേ സേവ് ചെയ്യൂ എന്നൊരു ചിന്ത വരും. പക്ഷെ അത് മറ്റൊരു കാര്യം. അതായത് നമ്മുടെ ഇനിയത്തെ 60 ദിവസത്തിന് 60 ലക്ഷം രൂപയോളം വിലയുണ്ട്. പിന്നീട് മറ്റൊരു മാനേജ്മെന്റ് സ്കൂളിൽ നമ്മൾ വലിയൊരു ബൾക്ക് എമൗണ്ട് കൊടുത്ത് കയറിയാലും കിട്ടാത്തൊരു റെസ്പെക്ട് നമുക്ക് ഗവൺമെന്റ് സ്കൂളിലെ സാധാരണ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ അറ്റംപ്റ്റ് അല്ല. നിങ്ങളുടെ ഫ്രണ്ടിലുള്ള ഇനിയത്തെ ദിവസങ്ങൾ ഒരു വലിയ അറ്റംപ്റ്റ് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ HSA പാർട്ട് ടൈം ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒരു 90% അല്ല. അപ്പൊ നമ്മൾ ഇതുവരെ മറ്റു പല ജോലികളുടെ കൂടെ ഒക്കെ ഇത് പഠിച്ചു കാണും. പക്ഷെ ഇനിയത്തെ ദിവസങ്ങളിൽ അതിനെ ഒരു ഫുൾ ടൈം ആക്കി എടുക്കാൻ ശ്രമിക്കും. ഒരു 5 തൊട്ട് 10 മണിക്കൂർ വരെ, 10 മണിക്കൂർ ഐഡിയൽ ആണ്. 5 തൊട്ട് 10 മണിക്കൂർ വരെ നിങ്ങൾക്ക് HSAക്ക് വേണ്ടി പരിശ്രമിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം വളരെ എളുപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നീട് പറയാനുള്ളത് ക്വസ്റ്റ്യൻ പൂൾ. ഞാൻ ഈ അടുത്ത ഒരാഴ്ചയായിട്ട് കണ്ട ഏറ്റവും വലിയ ട്രെൻഡാണ് മാക്സിമം ഗൈഡുകൾ ആൾക്കാർ വാങ്ങുന്നു, മാക്സിമം നോട്ട് പർച്ചേസ് ചെയ്യുന്നു, മാക്സിമം എവിടെ നിന്നെല്ലാം ഉണ്ടോ അതെല്ലാം വാരി നമ്മുടെ കയ്യിൽ വെക്കാണ്. പക്ഷെ അതിന് പകരം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്വസ്റ്റ്യൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പരമാവധി ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ബുക്കുകളോ അതല്ലെങ്കിൽ സൈറ്റുകളോ ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. എന്നിട്ട് പരമാവധി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. മിനിമം ഒരു 5000 ക്വസ്റ്റ്യൻസ് എങ്കിലും കോറിൽ നിന്ന് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് പോകണം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ അതുകൊണ്ട് ഇനി പുതിയതായിട്ട് അങ്ങ് ഒരുപാട് പഠിക്കാം എന്നുള്ളതിൽ നിൽക്കാതെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു മെത്തേഡിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് ആദ്യം പറയാനുള്ളത്. പിന്നീട് നോക്കിക്കേ, കോൺഫിഡൻസ് വേണം, കൺസിസ്റ്റൻസി വേണം, സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത്. സ്മാർട്ട് വർക്ക് ആണ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണ്ടത്. അതായത് ഞാൻ പറഞ്ഞത് ഒരുപാട് നോട്ട് വായിക്കും. ഇപ്പം നമ്മുടെ കോറിനെ സംബന്ധിച്ച് ഡ്രാമയും അതുപോലെ തന്നെ പ്രോസും നമ്മൾ വായിച്ചിരിക്കണം എന്നുള്ളതാണ് ബേസിക്കലി. നമുക്ക് പോയം ജസ്റ്റ് നോട്ട്സ് ഒക്കെ നോക്കിയാലും പോകാൻ പറ്റും. കാര്യം 23 പോയംസ് ഉള്ളതൊന്നും അത്ര വലിയ ലെങ്ത് ഉള്ള പോയംസ് അല്ല, നമുക്ക് വായിച്ചു വിടാൻ പറ്റും. പക്ഷെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നാഗമണ്ഡലയിൽ നിന്ന് 200 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് ഒരു ചാപ്റ്റർ ഇരുന്ന് വായിക്കുന്നതിലും ബെറ്റർ എന്ന് ഞാൻ പറയും ഇനിയത്തെ സമയത്ത്. ബിക്കോസ് അത്രമാത്രം ചോദ്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫെമിലിയർ ആവുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, പിന്നീട് മൾട്ടിപ്പിൾ റിവിഷൻസ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം. ഈ സ്റ്റഡി പ്ലാൻസിലൊക്കെ നിങ്ങൾ ഒരു തവണയാണ് റിവിഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്കിൽ അത് ഇൻസഫിഷ്യന്റ് ആണ്. ബിക്കോസ് നിങ്ങൾ ഒരുപാട് തവണ 3-4 തവണ റിവിഷൻ ചെയ്യാനുള്ള സമയം വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഓഗസ്റ്റിന് ശേഷം ഒന്നുമേ പഠിക്കാനിരിക്കരുത്. നമുക്ക് റിവൈസ് ചെയ്യാനുള്ള സമയം മാത്രമേ അവിടെ ഉള്ളൂ എന്ന് ഓർത്തിരിക്കുക. ഇനി കുറച്ച് ടിപ്സ് പറയാം. ഒന്ന്, ആദ്യത്തെ മൊഡ്യൂൾ ജൂണിന് മുൻപേ നമുക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ, ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ നിങ്ങൾക്ക് ജൂണിന് മുൻപേ തീർക്കാൻ പറ്റുമെങ്കിലോ നിങ്ങൾ പകുതി ജയിച്ചു എന്ന് വിശ്വസിക്കുക. ബിക്കോസ് ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അത് ക്രിറ്റിസിസം ആവാം, ഗ്രാമർ ആകാം, അതല്ലെങ്കിൽ പോയട്രി ആവാം. ഇഷ്ടപ്പെട്ട എന്തോ ഒന്ന് ഒരു മൊഡ്യൂൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നോക്കിയേ വേണ്ട, അതിന് റിവിഷൻ ചെയ്താൽ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ കാര്യമാണെന്ന് ഓർക്കുക. പിന്നെ ജൂലൈ 10 ഒക്കെ ആവുമ്പോഴത്തേക്കിന്, നമുക്ക് ജൂണുണ്ട്, ജൂലൈ 10 ഒക്കെ ആവുമ്പോഴത്തേക്കിന് കംപ്ലീറ്റ് സിലബസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പലരും പല സ്റ്റഡി പ്ലാൻസ് ആയിരിക്കും ഇപ്പം നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജൂലൈ 10-15 ഒക്കെ ആവുമ്പോഴത്തേക്കിന് തന്നെ നിങ്ങളുടെ സിലബസ് പൂർണ്ണമായിട്ട് തീർക്കേണ്ടതായിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് സിലബസ് തീർക്കണം. പിന്നുള്ള സമയം റിവിഷന് വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ 2 ടൈമെങ്കിലും 2 ടൈംസ് എങ്കിലും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യണം. മിനിമം 2 ടൈംസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഫൈനൽ റിവിഷൻ എല്ലാ മൊഡ്യൂൾസും കൂടി ചേർത്ത് ഒന്നിച്ച് റിവൈസ് ചെയ്തിരിക്കണം. റെനസ, ലിംഗ്വിസ്റ്റിക്സ്, ഗ്രാമർ, ഇതാണ് റാങ്ക് മേക്കിംഗ്. നമ്മൾ ലൈവുകളിൽ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, ഞാനൊരു കോറിന്റെ അധ്യാപികയാണ്. പക്ഷെ കോറ് നമ്മൾ കുറേ പഠിച്ചു, എസ്പെഷ്യലി ആപ്പിലൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്നു, ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നു, പല എക്സാംസ് എഴുതുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കോറ് കുറച്ചൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കും. ആരാ എഴുതിയത്, എന്നാ എഴുതിയത്, ഏത് സ്റ്റാൻസ, അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കും. സോ കോർ നമുക്ക് കുറച്ച് സ്കോർ ചെയ്യാൻ പറ്റും. അതിലും പാടാണ് എവിടെ നിന്ന് സ്കോർ ചെയ്യാൻ, പേപ്പർ 1ൽ നിന്ന്. പിന്നെ
പല കുട്ടികൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. അവരുടെ കംപ്ലീറ്റ് ഫോക്കസ് അവരങ്ങ് കോറിലേക്ക് കൊടുക്കും. എന്നിട്ട് റനസ, അതുപോലെ തന്നെ സൈക്കോളജി, ദെൻ ഗ്രാമർ പോർഷൻസിനെയൊക്കെ ഓവർലുക്ക് ചെയ്യും. ഇതിന്റെ പ്രശ്നം എന്തുവാ? ഇവിടാണ് ആക്ച്വലി എന്തിരിക്കുന്നത്, റാങ്ക് ഇരിക്കുന്നത്. നിങ്ങൾ ലിസ്റ്റിൽ വരും, പക്ഷെ നിങ്ങൾ ആദ്യത്തെ 10 വരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ടോപ്പിക്സ് ഇതാണ്. ഇതൊരു 1000 വട്ടം റിവൈസ് ചെയ്യുക. നമ്മൾ സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ പറയാറുണ്ട്, ഇത് എല്ലാ ദിവസവും റിവൈസ് ചെയ്യുക. ഇതിൽ ഓരോ ടോപ്പിക് എടുത്ത് എല്ലാ ദിവസവും റിവൈസ് ചെയ്യുക. ശേഷം കോറിന് ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ അതിന്റെ പാരലാക്കി കൊണ്ടുപോകാന്നുള്ളതാണ്. കാര്യം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് നവോത്ഥാനം. അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്സ് 7 തൊട്ട് 8 മാർക്ക് വരെ ചോദിക്കാം. 5 മാർക്കാണ് നമ്മൾ ഐഡിയയിൽ പറയുന്നതെങ്കിലും ചിലപ്പോൾ 7 മാർക്ക് വരെ ചോദിക്കാവുന്ന, 7 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ് ലിംഗ്വിസ്റ്റിക്സ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പുസ്തകം ഉണ്ടായിരിക്കണം. മാക്സിമം ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുകയും വേണം. ഗ്രാമർ ശ്രദ്ധിച്ചോണം. ഗ്രാമറിനെ സംബന്ധിച്ച് ഞാനൊരു റെഡ്യൂസ്ഡ് കോപ്പി എപ്പോഴും എടുത്തു വെക്കണം എന്ന് സ്റ്റുഡൻസിനോട് പറയാറുണ്ട്. ബിക്കോസ് നമ്മുടെ ഫ്രണ്ടിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു 4 പേജുള്ള സിലബസ് ആയിരിക്കും. അതിനെക്കാട്ടിലും നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പുറവും ഇപ്പുറവും കംപ്ലീറ്റ് HSC സിലബസ് ഇതിലുണ്ട്. 2 സൈഡും പെട്ടെന്ന് മനസ്സിലാക്കി ആ ഒരു ഓവറോൾ ലുക്ക് കിട്ടുന്ന ഒരു സിലബസ് നിങ്ങളുടെ കയ്യിൽ വേണം. എന്നിട്ട് എപ്പോഴും പറയാറുള്ളത് പോലെ പോയത്തിന്റെ സൈഡിലൊക്കെ ഒരു മൾട്ടിപ്പിൾ 5-6 എണ്ണം എടുത്തു വെച്ചാലും കുഴപ്പമില്ല. പോയത്തിന്റെ സൈഡിലൊക്കെ അത് പബ്ലിഷ് ചെയ്ത ഇയർ, എത്ര സ്റ്റാൻസ് ലെങ്ത്, പ്രധാനപ്പെട്ട ലിറ്റററി ഡിവൈസസ് ഏതൊക്കെ, അതൊക്കെ അങ്ങ് എഴുതി വെക്കാം. ഡ്രാമയുടെ അടുത്ത് വരുമ്പോഴത്തേക്കിനും പ്രീമിയർ ചെയ്ത തിയേറ്ററിന്റെ പേര്, അതുപോലെ തന്നെ വർഷം, അതുപോലെ എത്ര ആക്ട്, ഇതൊക്കെ സൈഡിൽ എഴുതി വെക്കാം. പ്രോസിൽ പ്രധാന ക്യാരക്ടേഴ്സിന്റെ പേര്, റെഫറൻസുകൾ വന്നിട്ടുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ സൈഡിൽ തന്നെ എഴുതി വെച്ച് പോകണം. സോ നമുക്ക് സിലബസ് എടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ ഓടി വരണം. ഓക്കെ, സോ നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മോഡേൺ ഇംഗ്ലീഷ് യൂസ് എന്നും ബേസിക് ഗ്രാമർ എന്നും പറഞ്ഞ് മൊഡ്യൂൾ 6ഉം മൊഡ്യൂൾ 7ഉം. അതിൽ മൊഡ്യൂൾ 7ൽ മാത്രം നമ്മൾ നിന്നാ പോരാ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 20 മാർക്ക് ഒക്കെ അടുപ്പിച്ച് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ബേസിക് ഗ്രാമറിൽ മാത്രം നിന്നാ പോരാ. മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഈ ബേസിക് ഗ്രാമറിൽ ചെയ്ത് നോക്കുമ്പോൾ തന്നെ സെന്റൻസ് കറക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ വൊക്കാബിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, സിനോണിം ആന്റോണിം വരുന്നുണ്ട്, ഗീവ് വൺ വേർഡ്, കോമൺലി കൺഫ്യൂസ്ഡ് വേർഡ്സ്, അപ്രോപ്രിയേറ്റ് വേർഡ് ഓർഡർ, ഇതൊക്കെ SSC ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുക. ഇതിന്റെ എല്ലാം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വെറുതെ പെയ്ഡ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. ഇതിന്റെ എല്ലാം ക്വസ്റ്റ്യൻസ് പല സൈറ്റ്സിലായിട്ട് കിടപ്പുണ്ട്. അതൊക്കെ എടുത്ത് വർക്ക്ഔട്ട് ചെയ്യണം. അപ്രോപ്രിയേറ്റ് സെന്റൻസ് ഓർഡർ, അതുപോലെ തന്നെ പാസേജ് ഫോർ കോംപ്രിഹെൻഷൻ, ഇതൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഫ്രീ മെറ്റീരിയൽസ് അവൈലബിൾ ആകുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? എടുത്ത് വർക്ക്ഔട്ട് ചെയ്യണം. അതായത് എല്ലാ ദിവസവും റെനസ, ലിംഗ്വിസ്റ്റിക്സ്, ഗ്രാമർ എന്ന് പറയുമ്പോൾ അതിനൊപ്പം തന്നെ മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം. അല്ലാതെ ഓവർലുക്ക് ചെയ്യരുത്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് എപ്പോൾ ജോലി കിട്ടും എന്ന് തീരുമാനിക്കുന്ന ഘടകം. അതായത് ആദ്യത്തെ ആ ഒരു 5 റാങ്കിൽ നിങ്ങൾ വരുമോ, അതോ ആദ്യത്തെ 10 റാങ്കിൽ വരുമോ, ആദ്യം ജോലിക്ക് കയറുമോ, അത് 10ാമത് ജോലിക്ക് കയറുമോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഘടകം ഇവരാണ്. ഇവരെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഓവർലുക്ക് ചെയ്യരുത്. അതാണ് പറയുന്നത് സ്കിപ്പിംഗ് ദിസ് ഈസ് സൂയിസൈഡ്. ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ അങ്ങ് കോറ് പഠിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിയെന്നത് ശരിക്കും ആത്മഹത്യാപരമാണ് HSC ഇംഗ്ലീഷിനെ സംബന്ധിച്ച്. ഓക്കെ, പിന്നീട് OMR ബുക്ക്ലെറ്റ്സ്. ഇഷ്ടം പോലെ ബുക്ക്ലെറ്റ്സ് നമുക്ക് എവിടെ വാങ്ങിക്കാൻ കിട്ടും? ബുക്ക് സ്റ്റാൾസിൽ വാങ്ങിക്കാൻ കിട്ടും. ശരിക്കും ഇതുപോലെ ഒരു 50 തൊട്ട് 100 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾ വാങ്ങിക്കണം. നമ്മളെ എൻട്രി ആപ്പിൽ ബുക്ക്ലെറ്റിന്റെ ആ ബുക്കിന്റെ അതായത് OMR ഷീറ്റിന്റെ ഫോർമാറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, PDF കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യാം. ഇതെന്താ എടുക്കാൻ പറയുന്നത്? അല്ല ഞങ്ങൾ ടിക്കറ്റ് അങ്ങ് എഴുതിയാൽ പോരെ എന്ന് പറയുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ വ്യത്യാസം? പ്രധാന വ്യത്യാസം നിങ്ങൾക്കൊരു 2 മാർക്ക് എക്സ്ട്രാ കിട്ടും എന്നുള്ളതാണ്. അത് OMR വെച്ച് വർക്ക്ഔട്ട് ചെയ്തവർക്ക് 2 മാർക്ക് എന്നല്ല. നമ്മൾ പലപ്പോഴും ഓപ്ഷൻസ് ബബിൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധങ്ങൾ വരാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ബബിൾ ചെയ്യും. പിന്നെ ചില കാര്യങ്ങൾ തെറ്റായിട്ട് ബബിൾ ചെയ്യും. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ അന്നേരത്തെ നമ്മുടെ ടെൻഷൻ വെപ്രാളമൊക്കെ നമുക്കറിയാലോ നമ്മളെ. സോ അതൊന്ന് നിയന്ത്രിക്കാനാണ് നമ്മൾ OMR ഷീറ്റിൽ തന്നെ പരീക്ഷ എഴുതുന്നത്. ചിലപ്പോൾ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നത്. അതിൽ മാർക്ക് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന OMRൽ കൂടി ഓർഡറിൽ അതൊന്ന് എഴുതി പോവുക. പിന്നെ അപ്പം നിങ്ങൾക്ക് നെഗറ്റീവ് ടെൻഡൻസിയെ പറ്റി മനസ്സിലാവും. നെഗറ്റീവ് എഴുതണോ, നെഗറ്റീവ് ബബിൾ ചെയ്യണോ വേണ്ടയോ, അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നീട് എക്സാം ഹാളിൽ OMR കാണുമ്പോൾ നമ്മുടെ എന്തോ ഒരു ബാല്യകാല സുഹൃത്തിരിക്കുന്നു, ഇവനാണോ ഇത്രയുള്ളോ എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ അത്ര കൂളായിട്ട് നമുക്ക് ആ ഒരു എക്സാം OMRനെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ച് പേജസ് അധികമുള്ള ഒരു OMR വാങ്ങിക്കുക.
OMR ബുക്ക്ലെറ്റ് വാങ്ങാം, അതല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ആ ഒരു നമ്മുടെ കോപ്പി തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എടുക്കാം. എന്തായാലും OMRൽ തന്നെ ഇനിയത്തെ ദിവസങ്ങൾ ചെയ്തു പഠിക്കാം. നമ്മൾ ഇതിലാണ് പരീക്ഷ എഴുതുന്നത് അല്ലെ. നമ്മൾ ഏത് കളത്തിലാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ ഡാൻസ് ഗ്രൂപ്പുകളൊക്കെ, മേ ബി ഒരു വലിയ ഡാൻസ് ഗ്രൂപ്പ് ആയിരിക്കും, പക്ഷെ ഏത് സ്റ്റേജിലാണോ അവർ കളിക്കുന്നത് ആ സ്റ്റേജിൽ തന്നെ വന്ന് അവരൊന്ന് പെർഫോം ചെയ്ത് നോക്കും പരീക്ഷ, മീൻസ് അവരുടെ പെർഫോമൻസിന്റെ തലേന്ന്. അങ്ങനെ കൂട്ടിയാൽ മതി. അതുകൊണ്ട് ഈ 60 ദിവസവും നിങ്ങൾ എത്ര ചോദ്യം ചെയ്തോളൂ അത് ഒരു OMR ബുക്ക്ലെറ്റിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അത് നിങ്ങളുടെ അത് ഇതിനൊക്കെ നമുക്കൊരു നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം. നമ്മൾ ആരും വന്ന് സപ്പോർട്ട് ചെയ്തൊന്നുമില്ല. നമ്മൾ ഒരു മാലാഖയും വന്ന് എടുത്തോണ്ട് പോകത്തില്ല. നമുക്ക് ഒരു രാജകുമാരനും വന്ന് വഴി കാണിക്കത്തില്ല. നമുക്ക് നമ്മളേ ഉള്ളൂ എന്നുള്ളൊരു ഉറച്ച ബോധം അത് ഇതിന്റെ ഇടയ്ക്ക് വന്നു കാണാം. കാര്യം നമുക്ക് ഇത്ര ഏജ് ആയി, ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു എന്താണ് സെൽഫ് റിലയൻസ് എന്നൊക്കെ ഉള്ളതും വന്നു കാണും. അതുകൊണ്ട് സ്വയം തന്നെ ഇതെല്ലാം ചെയ്യാൻ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ പറയുന്നുണ്ടല്ലോ ആ OMR ബുക്ക്ലെറ്റ്സ് തന്നെ നിങ്ങളുടെ 2 മാർക്ക് സേവ് ചെയ്യും. ശരിക്കും നിങ്ങൾ ഇത് എക്സാം എഴുതുന്ന സമയത്ത് തന്നെ ഓർക്കും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് സേവ് ചെയ്യാൻ പറ്റും. ഒരു OMRൽ നിങ്ങൾ അത് വർക്ക്ഔട്ട് ചെയ്യുന്നത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ടേക്ക് എ റെഡ്യൂസ്ഡ് കോപ്പി ഓഫ് ദ സിലബസ്. ഈ പറയുന്ന സംഭവം ഒറ്റ പേജിലുള്ളതേ ഉള്ളതേ, നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സിലബസ് ഒറ്റ പേജിൽ നിൽക്കാവുന്നതേ ഉള്ളൂ. അതെടുക്കുക, അതിൻ്റെ അകത്ത് തന്നെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം എപ്പോൾ നമ്മൾ ഈ സിലബസ് എടുത്താലും നമ്മൾ ആ പ്രധാനപ്പെട്ട പോയിന്റ്സ് കൂടി എന്ത് ചെയ്തു പോകും, കണ്ടുപോകും. ഈ മെത്തേഡ്സ് ഒക്കെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പിന്നീട് ഞാനൊരു 45 ഡേയ്സ് പ്ലാൻ, അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഒരു 80 ദിവസം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കരുത്. 45 ദിവസം, അതായത് ജൂണിലെ 30 ദിവസവും ജൂലൈയിൽ ഒരു 15 ദിവസവും, ജൂലൈ 15 ആവുമ്പോഴത്തേക്കിന് തീരാവുന്ന ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് റിവിഷൻ പ്ലാൻ ആണ് ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ ഡെയിലി റിവിഷൻ ചെയ്യണം. അതായത് ഈ 45 ദിവസവും നിങ്ങൾ റിവിഷൻ ചെയ്യണം എന്നുള്ള ടോപ്പിക്കുകളാണ് പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് റെനസ. എല്ലാ ദിവസവും എസ്പെഷ്യലി പലരും ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ എൻട്രി ആപ്പിൽ രഞ്ജിത് സാറാണ് എടുക്കുന്നത്, നവോത്ഥാന രഞ്ജിത് സാറാണ്, ഗംഭീര ക്ലാസ് ആണ്. അപ്പൊ ആ ഓർഡറിൽ പഠിക്കുക, അതിനൊപ്പം തന്നെ പാരലലി ക്വസ്റ്റ്യൻസ് ചെയ്യുക. ജനറൽ PSCയുടെ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാം, LP UPയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒരുപാട് മെറ്റീരിയൽ അവൈലബിൾ ആണ്. പലരും കാണിക്കുന്ന ഒരു ചെറിയൊരു പോരായ്മ ആ മൂവ്മെന്റ്സിൽ ആൾക്കാരെ മാത്രം നോക്കും, മൂവ്മെന്റ്സ് നോക്കത്തില്ല എന്നുള്ളതാണ്. മൂവ്മെന്റ്സ് കൂടി നോക്കണം കേട്ടോ, മൂവ്മെന്റ്സ് കൂടി നോക്കണം. കൃത്യമായിട്ട് സിലബസിൽ പറയുന്നുണ്ട് റെനസ ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ റെനസയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനോടൊപ്പം ഫ്രീഡം മൂവ്മെന്റിലെ ചോദ്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിന്റെ ശ്യാംശങ്കർ സാർ ഉൾപ്പെടെ ഒരുപാട് പേര് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് മെറ്റീരിയൽസ് എടുക്കാം, കണക്ട് ചെയ്ത് പഠിക്കാം. എല്ലാവരും പറയുന്ന പോലെ നമ്മൾ കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് അല്ല, ഒരു മാസം നടന്ന പ്രധാന ഇവന്റ് എന്താണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കറണ്ട് അഫയേഴ്സ് പഠിക്കാം. അങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്യാം. അതിന് 10 മാർക്കാണ് വെയിറ്റേജ് അനുസരിച്ച് വരുന്നത്. GK ആൻഡ് കറണ്ട് അഫയേഴ്സിന് 10 മാർക്കാണ് വെയിറ്റേജ് അനുസരിച്ച് വരുന്നത്. നിസ്സാരമല്ല കേട്ടോ. നമ്മളൊരു ഇംഗ്ലീഷിൽ ഒരു പ്രോസോ ഒരു പോയട്രിയോ യൂണിറ്റിന് വരുന്ന ആ ഒരു വെയിറ്റേജ് അത്. ഓക്കെ, അത് നമ്മൾ കുറച്ച് പഠിച്ചാൽ നമ്മുടെ കയ്യിൽ സുഖമായിട്ടിരിക്കും എന്ന് ഓർക്കുക. പിന്നെ ഇവിടങ്ങളിലൊക്കെ ഒരു നെഗറ്റീവ് എഴുതാനുള്ളൊരു ടെൻഡൻസി നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വരും. നിങ്ങളോട് എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, നിങ്ങൾ എക്സാം ഹാളിൽ 80 ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഇറങ്ങൂ എന്ന് വാശി പിടിക്കരുത്. നിങ്ങൾ 95 മാർക്കിന് പഠിച്ചോ, നിങ്ങൾ 100 മാർക്കിന് പഠിച്ചോ, അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ 80 മാർക്കിന് പഠിച്ചോ, പക്ഷേ ക്വസ്റ്റ്യൻ ഭയങ്കര ടഫ് ആണോ എന്ന് തോന്നിയാൽ കയ്യിൽ നിന്നെല്ലാം പോയി എന്ന് വിചാരിക്കരുത്. ബിക്കോസ് അത്രയും ടഫായിട്ട് നന്നായിട്ട് പഠിച്ച നിങ്ങൾക്ക് തോന്നുമെങ്കിൽ എല്ലാവർക്കും ആ ക്വസ്റ്റ്യൻ ടഫായിരിക്കും. ചിലപ്പം കട്ട് ഓഫ് 60-ന് താഴേക്ക് പോവാം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നെഗറ്റീവ് വരുത്തുന്ന ടെൻഡൻസീസ് ഒഴിവാക്കി തന്നെ OMRൽ വർക്ക് ചെയ്ത് പഠിക്കണം. കറണ്ട് അഫയേഴ്സ്, ഗ്രാമർ 2 യൂണിറ്റ് ആണ്, അതായത് 2 മൊഡ്യൂൾസ് ആണ്. മൊഡ്യൂൾ 6ഉം മൊഡ്യൂൾ 7ഉം എല്ലാ ദിവസവും വർക്ക് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇത് ഡെയിലി ചെയ്യണം. പിന്നത്തെ ടോപ്പിക്സ് നമ്മളൊന്ന് ബ്രേക്ക് ആക്കുവാണ്. ഡെയിലി പഠിക്കേണ്ട ടോപ്പിക്സ് ഞാൻ ആദ്യം ലിംഗ്വിസ്റ്റിക്സ് ആണ് കൊടുത്തേക്കുന്നത്. ബിക്കോസ് ലിംഗ്വിസ്റ്റിക്സ് കുറച്ച് ടഫ് ആയതുകൊണ്ട് ആദ്യം അതങ്ങ് തീർത്താൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. പിന്നെ നമുക്ക് യാതൊരു പ്രശ്നമില്ല. ഏറ്റവും വലിയ ഭാരം ആദ്യം ചുമന്ന് മാറ്റിയാൽ പിന്നത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നത് പോലെ അങ്ങ് എടുക്കും. അതുകൊണ്ട് ലിംഗ്വിസ്റ്റിക്സ് ആദ്യത്തെ ഒരു 5 ദിവസം കൊണ്ട് പഠിച്ചു മാറ്റുക. ചിലർക്ക് ട്രാൻസ്ക്രിപ്ഷൻ പാടാണ്, ചിലരെ സംബന്ധിച്ച് ജന്മന ട്രാൻസ്ക്രിപ്ഷൻ പാടാണ്. അങ്ങനെയുള്ളവർ ആ ഒരു കുഞ്ഞ് ഏരിയ മാത്രം വേണമെങ്കിൽ പിന്നീടത്തേക്ക് വെക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഡെയിലി നോക്കുകയൊക്കെ ചെയ്യാം. അല്ലാത്ത തിയറി പോർഷൻസ് എല്ലാം പഠിച്ചു മാറ്റുക. പിന്നെ പോയട്രി 23 പോയട്രിയാണ്. കുഞ്ഞു പോയംസ് ആണ്. പോയംസ് എല്ലാം വളരെ ചെറിയ പോയംസ് ആണ്. സ്റ്റാൻസ ലെങ്ത്, പബ്ലിഷ്ഡ് ഇയർ, ലിറ്റററി ഡിവൈസസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക.
അങ്ങനെ 6 തൊട്ട് 11 വരെയുള്ള ദിവസങ്ങൾ പോയട്രി പഠിക്കാം. പിന്നീട് ഡ്രാമയ്ക്ക് 12, 13, 14, 15, 16 6 ദിവസമാണ് കൊടുത്തേക്കുന്നത്. അഥവാ ഡീറ്റെയിൽ വായിക്കണം എന്നുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് വായിക്കാം കേട്ടോ. ഡ്രാമയ്ക്കാണ് കുറച്ച് ദിവസം നമ്മൾ അധികമായിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ശേഷം നിങ്ങൾക്ക് പ്രോസിലോട്ട് വരാം. ഈ സമയങ്ങളിൽ 17, 20 നിങ്ങൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കണം. നമുക്ക് പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ വേറെ എങ്ങും പോകേണ്ടി വരരുത്. നമ്മുടെ കയ്യിലിരിക്കുന്ന നോട്ട്സ് മാത്രം നമ്മൾ പഠിച്ചാൽ മതിയാവും. ലിറ്റററി ക്രിറ്റിസിസം അഥവാ ടേംസിനെ സംബന്ധിച്ച് നമ്മൾ 21 തൊട്ട് 26 വരെയുള്ള 6 ദിവസങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ രസാധ്വനി, അരിസ്റ്റോട്ടിൽ, വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, അർണൾഡ്, എലിയറ്റ് ഒക്കെ ഉണ്ട്. അതിൽ എവിടങ്ങളിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുമെന്നൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. മൂവ്മെന്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. മാർക്സിസം, മാജിക് റിയലിസം ഒക്കെ നിങ്ങൾ പഠിച്ച വർക്കുമായിട്ട് വരുന്ന മൂവ്മെന്റ്സ് മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ്. എഗെയിൻ ഇവിടെയും ഒരു കോംപ്രമൈസും കോണ്ടന്റ് സൈഡിൽ നമ്മൾ എൻട്രി ആപ്പിൽ കൊടുത്തിട്ടില്ല, നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് സമയം തികയുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവ്മെന്റ്സ് പിന്നത്തേക്ക് വെക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ ബാക്കി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. 6 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്. 9 എസ്സേസ് ആണ്. 9 മീൻസ് രസധ്വനിയോടെ കൂട്ടിയിട്ട് 9 ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മെത്തഡോളജിക്കാണ് 27 തൊട്ട് 31 വരെ ദിവസം. ഇത് ആക്ച്വലി ഇത്രയും ദിവസം വേണ്ട, നന്നായിട്ടിരുന്ന് പഠിച്ചാൽ ഒരു 2 ദിവസം 2.5 ദിവസം കൊണ്ട് തന്നെ തീരും. ആ സമയത്ത് നിങ്ങൾക്ക് ബാക്കി ഇതിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ പഠിക്കാവുന്നതാണ്. മോഡേൺ ഗ്രാമർ നോക്കിക്കേ, അവസാനം ആയപ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി മോഡേൺ ഗ്രാമറും ഇംഗ്ലീഷും വർക്ക്ഔട്ട് ചെയ്ത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും 2 മണിക്കൂർ വെച്ച് ബാക്കി എല്ലാ ടോപ്പിക്സിനും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്കിന് ഗ്രാമർ തീരും. സോ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഗൈൻ ഇവിടെ സമയം കിട്ടും. അവസാനം ഫസ്റ്റ് റൗണ്ട് റിവിഷൻ ആണ്. 37-ാം ദിവസം തൊട്ട് 41-ാം ദിവസം വരെ ഫസ്റ്റ് റൗണ്ട് റിവിഷൻ. പിന്നീട് ഉള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വീക്ക് ഏരിയാസ് ഉണ്ടെങ്കിൽ തീർക്കാൻ പറ്റുന്ന റിവിഷൻ. ശരിക്കും ഇതൊരു കറക്റ്റ് പ്ലാനാ. നിങ്ങൾക്ക് മൊഡ്യൂൾ വൈസ് പെട്ടെന്ന് തീർത്ത് പോവാം. അവസാനം വരുന്ന സമയത്ത് നിങ്ങൾക്ക് 10 ദിവസത്തോളം നിങ്ങൾ ഫ്രീ ആയിരിക്കും. ലൈക്ക് ആദ്യത്തെ ടോപ്പിക്സ് ചെയ്ത് നോക്കാനും വീക്ക് ഏരിയാസ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന ഒരു പ്ലാനാണ്. ഏറ്റവും ചുരുക്കിയ ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 10 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഈ ഒരു ഒറ്റ പ്ലാനിൽ തന്നെ നിങ്ങൾക്ക് HSC ഇംഗ്ലീഷിന്റെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് എന്താണെന്ന് അറിയണം. ബേസിക്കലി ഇപ്പം ചിലരെ സംബന്ധിച്ച് കോറ് ഭയങ്കര എളുപ്പമായിരിക്കും, ഇഷ്ടമായിരിക്കും. കഥയും കവിതയും ഡ്രാമയൊക്കെ വായിക്കാൻ അവരെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലരെ സംബന്ധിച്ച് ഗ്രാമർ ഓൾറെഡി അറിയായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയ ക്വസ്റ്റ്യൻ ചെയ്യുക. അതായത് അത് പിന്നെ പഠിക്കാൻ നിൽക്കണ്ട, മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക. ബിക്കോസ് ഓൾറെഡി നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റഡ് ആണ്. നിങ്ങൾ തന്നെത്താൻ വായിച്ചോളൂ. നിങ്ങളുടെ ഉപബോധ മനസ്സ് തന്നെത്താൻ എണീറ്റ് വായിച്ചോളൂടെ. നിങ്ങൾ പിടിച്ച് കട്ടൻ കൊടുത്ത് അതിനെ ഇരുത്തേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത ഏരിയ ഏതാണോ അതിന്റെ ബേസിക്സ് പഠിക്കുക, അതിരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് ഗ്രാമർ അറിയത്തില്ലെങ്കിൽ മെനക്കെട്ട് 4 മണിക്കൂർ ഇരുന്ന് ഗ്രാമർ തന്നെ പഠിക്കുക. 2 മണിക്കൂർ കോർ പഠിച്ചാൽ മതി, ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അങ്ങനെ ഒരു സ്മാർട്ട് വർക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഒരിക്കലും ഓഗസ്റ്റോടെ ഞാൻ കണ്ടു, ഒരുപാട് പേര് ഇങ്ങനെ എണ്ണി വെക്കുന്നത് കണ്ടു. ഓഗസ്റ്റ് ഒരിക്കലും നിങ്ങൾ എണ്ണി വെക്കരുത്. ഓഗസ്റ്റ് നിങ്ങളുടെ മൈൻഡിലേ വേണ്ട. HSC ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഓഗസ്റ്റ് നിങ്ങളുടെ മൈൻഡിലേ വേണ്ട. അത് നമുക്ക് റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. പിന്നെ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ്സ് ഒരുപാട് ഫോം ചെയ്യുന്നുണ്ട് പണ്ടത്തെക്കാളും. ഓക്കെ, കമ്പൈൻ സ്റ്റഡി വളരെ നല്ലതാണ്. കാര്യം ഇപ്പം നിങ്ങൾക്ക് 10 ഡ്രാമ ഉണ്ടെന്ന് വിചാരിക്കാം. 5 പേരുണ്ടെങ്കിൽ 2 ഡ്രാമ ഒരാൾ വായിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, പഠിക്കുന്നു. ഓക്കെ, ഭയങ്കര നല്ല പ്ലാനാ. പക്ഷേ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ്സിൽ നിന്ന് ഈ നെഗറ്റിവിറ്റി ഭീകരമായിട്ട് പ്രസരിക്കുന്ന ഒരു സമയമാണ് ഇനി. അത് പരമാവധി കുറയ്ക്കുക. എസ്പെഷ്യലി ഒരേ ജില്ലയിലുള്ളവരാണ് ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ് വരും. നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് കൊണ്ട് മറ്റേ ആൾ പാസ്സാവുമോ എന്നുള്ള ഒക്കെ സ്വാർത്ഥ ചിന്തകളുള്ളവർ അതിന് പോവാതിരിക്കുക. അതല്ല, നിങ്ങൾ നന്നായിട്ട് ഷെയറിങ് ആണ്, നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ കമ്പൈൻ സ്റ്റഡി നന്നായിട്ട് വർക്ക് ആവുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ സ്വയം നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയാം. നമ്മളെല്ലാവരും അങ്ങനെ കംപ്ലീറ്റ്ലി നല്ലതോ കംപ്ലീറ്റ്ലി മോശമൊന്നും അല്ല. നമ്മളെല്ലാം ഗ്രേ ഷെയ്ഡാണ് അല്ലേ. നമ്മൾ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, നമ്മളെല്ലാം ഗ്രേ ആണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് മാത്രം ഇത്തരത്തിലുള്ള സാഹസിക കർമ്മങ്ങളിലേക്ക് നിങ്ങൾ പോവുക എന്നാണ് പറയാനുള്ളത്. ഡൈവേഴ്സിഫൈങ് മെമ്പേഴ്സിനെ എടുത്ത് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കാം, നല്ലതാ. ബിക്കോസ് പലരും പല ജില്ലയാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല. ഒരു സെൽഫിഷ് ഇലമെന്റ് നമ്മുടെ മൈൻഡിൽ വരത്തില്ല. നന്നായിട്ട് ഗ്രൂപ്പ്സ് വർക്ക് ആവും. പിന്നെ കമ്മിറ്റഡ് സ്റ്റുഡൻസിനെ മാത്രം എടുത്ത് സ്റ്റഡി ഗ്രൂപ്പ്സ് ഉണ്ടാക്കുക. ഇപ്പൊ ചിലർ നമ്മൾ കൊടുക്കുന്ന റിസോഴ്സ് മാത്രം കേൾക്കും, നമുക്ക് ഇങ്ങോട്ടൊന്നും തരത്തില്ല. സോ നല്ല ഗ്രൂപ്പായിട്ട് ഉണ്ട്, നല്ല ഗ്രൂപ്പാണെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സ്റ്റഡി ഗ്രൂപ്പ്സിലോട്ടും കമ്പൈൻഡ് സ്റ്റഡീസിലോട്ടും പോവുക.
റിസോഴ്സ് ഷെയറിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം നോട്ട്സ്, അതുപോലെ തന്നെ പലരും പലയിടത്തായിരിക്കും പഠിക്കുന്നത്, PDF ഒക്കെ ഷെയർ ചെയ്ത് പഠിക്കാം. പോസിറ്റിവിറ്റി ആണ് നിങ്ങളുടെ മെയിൻ. അത് പോയാൽ തന്നെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, പരമാവധി ചോദ്യങ്ങൾ എവിടുന്ന് കിട്ടിയാലും യാതൊരു അയിത്തവും വിചാരിക്കേണ്ട, അതെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നീട് ബുക്സ് ഇനി വാങ്ങരുത്. കാര്യം സിലബസ് വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്തൊരു സമയത്ത് ഭയങ്കരമായിട്ട് ഈ ബുക്കുകളുടെ കച്ചവടം കുറഞ്ഞിരുന്ന ഒരു സമയമാണ്. അതായത് അവർക്ക് അറിയത്തില്ലായിരുന്നു പഴയത് പല പബ്ലിക്കേഷൻസിന്റെയും, എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, പല പബ്ലിക്കേഷൻസിന്റെയും പഴയ ബുക്കാ തരുന്നത്. ഒരുപാട് എറേഴ്സ് ഉണ്ട്. ആൻഡ് ഈ അടുത്ത് സ്റ്റുഡൻസിന്റെ കയ്യിൽ കണ്ട കറണ്ട് അഫയേഴ്സും GK ഉള്ളത് 2010 തൊട്ടുള്ള ബുക്ക് വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബുക്സ് അങ്ങ് ഭീകരമായിട്ട് ബൾക്കിന് പർച്ചേസ് ചെയ്യരുത്. പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ MCQ ബുക്സ് നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ. പിന്നെ പേപ്പർ 1 റെനസ, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒരുപാട് ശ്രദ്ധിച്ചിട്ട് ഏതെങ്കിലും ഒരു ബുക്കിന് തല വെക്കാവും. നമ്മുടെ പ്രശ്നം എന്തുവാ, നമ്മുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് പെട്ടെന്ന് ലിമിറ്റഡ് ആവും കേട്ടോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ട് പഠിക്കുക. പിന്നീട് കുറെ റാങ്ക് ലിസ്റ്റുകളുടെ ഒക്കെ ബുദ്ധിമുട്ടുകൾ, അതായത് നിയമനം നടക്കുന്നുണ്ടോ ഇല്ല, എന്ത് പറഞ്ഞാലും അവസാനം അത് തന്നെ നമ്മളോട് പിന്നെയും ചോദിക്കുമെന്ന് അറിയാം. ജസ്റ്റ് വയനാട് പോലത്തെ ജില്ലകളിൽ ആണ് നിയമനം കുറവ്. നമ്മൾ പറഞ്ഞല്ലോ വയനാട് പോലത്തെ ജില്ലകളിലാണ് നിയമനം കുറവ്. അവിടെ പോലും ഓപ്പൺ കോട്ട 4 നിയമനങ്ങൾ നടന്നു, OBC 10 വരെ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. നിയമനങ്ങൾ നടന്നു തുടങ്ങിയടേ, നിങ്ങളിപ്പോൾ അതിൽ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ അങ്ങ് വയനാട് വെച്ചു ഇനി എന്തെങ്കിലും ചെയ്യാം, അങ്ങനെ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. ഇവിടങ്ങളിൽ പോലും നിയമനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്, ഡീമോട്ടിവേറ്റ് ചെയ്യാനല്ല. അതുപോലെ തന്നെ തൃശ്ശൂരും ഒക്കെ നിയമനങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, 8 വരെ കാറ്റഗറി പോയതുണ്ട്. ഓപ്പൺ കോട്ടയും നിയമനങ്ങൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിലും തുടങ്ങി, അഡ്വൈസ് പോയി. നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ ആയിരുന്നു സ്റ്റുഡൻസിന്റെ, ഇടുക്കിയിൽ നിയമനങ്ങൾ നടക്കുന്നില്ല. ഇടുക്കിയിലും ആദ്യത്തെ അഡ്വൈസ് പോയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിന് ഇനിയും സമയമുണ്ട്, നന്നായിട്ട് നിയമനങ്ങൾ നടക്കും. നിങ്ങൾ അതിലൊന്നും ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുക. പാലക്കാട് പോലുള്ള ജില്ലകളിലൊക്കെ 25 അഡ്വൈസിന് മുകളിൽ പോയി കഴിഞ്ഞു. അവിടെ ഓപ്പൺ കോട്ട 15 വരെയൊക്കെ എന്തായി നിയമനങ്ങൾ നടന്നു. ഇത്ര തന്നെ നടക്കും, എത്ര സ്ലോയിൽ പോയാലും ഇത്ര കൂടി നടക്കും. അപ്പൊ 30 വരെയൊക്കെ നമുക്ക് ഓപ്പൺ കോട്ട പ്രതീക്ഷിക്കാം. മറ്റ് കാറ്റഗറികളാണെങ്കിൽ 50-60 വരെയൊക്കെ നിങ്ങൾക്ക് ഒരു ജില്ലയിൽ നിന്ന് നിയമനം നടക്കും. സോ നിയമനം നടക്കായികയില്ല, അത് ആദ്യം മനസ്സിനെ പറഞ്ഞ് ഉറപ്പിക്കുക. നോക്കിക്കേ, കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ, കോഴിക്കോടല്ല കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ, 28 അടുപ്പിച്ച് നിയമനങ്ങൾ അഡ്വൈസ് പോയി കഴിഞ്ഞു. കോഴിക്കോടും നിയമനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുസ്ലിമൊക്കെ 15 വരെ പോയിട്ടുണ്ട്. കാറ്റഗറി ഡിവൈഡ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ OC 3, M15, അതുപോലെ തന്നെ EWS 6 തുടങ്ങിയ നിയമനങ്ങൾ നന്നായിട്ട് നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് പിന്നില് ലിസ്റ്റ് അനങ്ങാതെ നിന്ന ജില്ലകളാണ്, അവിടങ്ങളിലൊക്കെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറത്ത് 45 ടോട്ടൽ അഡ്വൈസ് ആണ് പോയത്. കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് പറഞ്ഞാലും അവിടുത്തെ ഏറ്റവും വലിയ ഘടകം നമുക്കറിയാം എന്താണ്, നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടും എന്നുള്ളതാണ്. 45 അഡ്വൈസ് വരെ പോയി, ഏതാണ്ട് 30-നടുത്ത് 27-28 ഓപ്പൺ കോട്ടയിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല കാറ്റഗറി LC 102 പോയിരിക്കുന്നു, EWS 112 നിയമനം പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. നന്നായിട്ട് നിയമനങ്ങൾ നടക്കുന്നുണ്ട്. കാസർഗോഡ് 20, ടോട്ടൽ 30 അഡ്വൈസാ പോയെ. കാസർഗോഡ് വെച്ച് ഒരുപാട് പേരുണ്ട്. നമ്മളന്ന് HSA ഏത് ജില്ലയിൽ വെക്കണം എന്ന് പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാസർഗോഡൊക്കെ നിയമനങ്ങൾ നടക്കും. കാസർഗോഡ് 30 അഡ്വൈസ് വരെ നിലവിൽ പോയി, ഇനി ഒരു 30 കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. സോ അത്തരത്തിൽ വളരെ കുഞ്ഞ് സ്കെയിലാണെങ്കിലും എന്ത് നടക്കുന്നുണ്ട്, നിയമനങ്ങൾ നടക്കുന്നുണ്ട്. ഇത്രയാണ് പറയാനുള്ളത്. കുറച്ച് ടെൻഷൻ റിലീവ്ഡ് ആയി കാണും എന്ന് വിശ്വസിക്കുന്നു. ഒന്നിന്റെയും ഒരു പേടിയുടെയും ഒരു ഭീതിയുടെയും കാര്യമില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന, പിന്നെ മറ്റുള്ളവരെന്ത് പറയും എന്നൊന്നും ഉള്ളിൽ വിചാരിക്കണം. ഞാൻ 2 മാസം പെരക്കകത്തിരുന്ന് കഥ അടച്ചിട്ട് പഠിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും, അവരാണോടെ കഷ്ടപ്പെട്ടത്? അല്ല, നിങ്ങളാണ് നിങ്ങളുടെ സമയവും ഊർജവും നിങ്ങളുടെ ഏറ്റവും നല്ല കാലഘട്ടം ഒരു എക്സാമിന് വേണ്ടി ചെലവഴിച്ചത്. മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് യാതൊരു ഗുണവുമില്ലാത്ത നമ്മുടെ ബന്ധുക്കൾ എന്ത് പറയും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അവരെന്നെ കളിയാക്കും എന്നുള്ളതൊന്നും നിങ്ങളെ ബാധിക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങളെ കഷ്ടപ്പെടുന്നേ, നിങ്ങൾ കഷ്ടപ്പെടുവാണ്, നിങ്ങളുടെ കഠിനാധ്വാനമാണ്. അതിന് മറ്റൊരാൾ എന്ത് കമന്റ് പറയും എന്നോർത്ത് ഞങ്ങൾ പഠിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ബാലിഷാണെന്നേ പറയാൻ പറ്റൂ. ഒന്നിനെ പറ്റിയും ചിന്തിക്കരുത്. നമ്മുടെ കയ്യിൽ നമ്മുടെ റെഡ്യൂസ്ഡ് കോപ്പി ഉണ്ട്, നമുക്ക് OMR എഴുതി കളിക്കാൻ ഒരു ബുക്കുണ്ട് അല്ലേ, ചെയ്ത് നോക്കി പഠിച്ച് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ബബിൾ ചെയ്യാൻ ഒരു ബുക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇഷ്ടം പോലെ പഠിക്കുക, റിസോഴ്സ് ഉണ്ട്. പിന്നെ
എൻട്രി, റിവിഷൻ ബാച്ചുകളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. രഞ്ജി സാറിന്റെ നേതൃത്വത്തിലുള്ള ഗോൾഡ് ഉൾപ്പെടെയൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കവറേജുകളാണ്. നിങ്ങൾക്ക് ടോപ്പിക്സ് കൂടുതൽ തരുന്നതിനും അപ്പുറത്തേക്ക് റിവിഷനിൽ തന്നെ MCQസിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബാച്ചുകൾ തുടങ്ങുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആവശ്യമാണ്. നമ്മളൊക്കെ നേരിട്ട് മെന്റൽ സപ്പോർട്ടിലൊക്കെ ഉള്ള ഒരു സിസ്റ്റമാണ്. സോ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാനും നിങ്ങളുടെ വിഷമങ്ങൾ പറയാനും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺ ആവുമ്പോൾ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാനും, ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനും പറ്റുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാം പോയിരുന്ന് പഠിച്ചോണം. ബിക്കോസ് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ആപ്പിൽ തന്നിട്ടുണ്ട്. അധികമാണെങ്കിലേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയുള്ള ദിവസം ചിലപ്പോൾ നിങ്ങൾ ഇനി ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 12 വീഡിയോസ് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾ ജനറൽ സമ്മറി പഠിക്കൂ. ആദ്യത്തെ 6 വീഡിയോസ് കാണും, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ആ ഒരു മെത്തേഡിലാണ് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എത്രമാത്രം പറ്റും ആ ഒരു കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് പഠിക്കുക. എപ്പോഴും എക്സാം വരെയും തുടർന്നും നിങ്ങളുടെ ഈ HSA ആയിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ എൻക്വയറിക്കും എൻട്രി ഉണ്ടാവും. സോ ഈ പെരുമഴക്കാലത്ത് വിഷമങ്ങൾ വേണ്ട, സങ്കടങ്ങൾ വേണ്ട, നന്നായിട്ടിരുന്ന് പഠിക്കുക. നമുക്ക് ഉറങ്ങാനുള്ള ദിവസങ്ങളല്ല ഇനി, പകരം നമ്മൾ ഇനി ഉണർന്ന് ഇരിക്കണം. കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് ഓർക്കുക. പലരും പലയിടത്തിരുന്നും പഠിക്കുന്നുണ്ട്. അവരുടെ കൂടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളൊരു മാർക്ക് ഫിക്സ് ചെയ്ത് വെക്കുക. 80 അടുപ്പിച്ചൊരു മാർക്ക് ഫിക്സ് ചെയ്ത് വെക്കുക. അതിനുവേണ്ടി നന്നായിട്ട് പഠിക്കുക. ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് റിവിഷന് നന്നായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒന്നായിരിക്കും. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.